കൊണ്ടിരിക്കുന്നത് തീവ്രവാദമാണ് എന്ന് ഏതെങ്കിലും തീവ്രവാദി നക്സൽ പ്രസ്ഥാനങ്ങൾ മനുഷ്യാവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പോരാട്ടം നടത്തുന്നത് എന്നല്ലാതെ ആരെങ്കിലും അത് തീവ്രവാദമാണ് എന്ന് പറയും. ഇരിക്കവിടെ സമയം തരും, നിങ്ങൾക്ക് സമയം തരും. മറുപടി അങ്ങനെ പറയേണ്ടത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ശരി, സംസാരിക്കുന്നതിനിടക്ക് ദയവായി സദസ്സ് ഇടപെടാതിരിക്കുക. നിങ്ങൾക്ക് വിശദീകരിക്കാൻ ഞങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ സമയം തരുന്നു. എന്നിട്ടും ചോദിച്ചതിന് മറുപടിയാണോ അല്ലേ എന്നുള്ളത് വീണ്ടും അടുത്ത സമയത്തേക്ക് നിങ്ങൾക്ക് അവസരം കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഒരു വിഷയം, ഒരു ചർച്ച നമ്മൾ ആരംഭിച്ചു. ബഹുമാന്യനായ ചോദ്യകർത്താവ് ആദ്യമേ തന്നെ ഉന്നയിച്ച ചോദ്യം, ഇവിടെ വിഷയാവതാരകൻ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അക്കമിട്ട് നിരത്തിയ ആരോപണങ്ങൾ അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വിമർശക ലോകം ഇസ്ലാമിനെതിരെ തന്നെ ഉന്നയിക്കുന്നതാണല്ലോ എന്ന് ബഹുമാന്യനായ അഹമ്മദ് അനസ് മൗലവി മറുപടി പറഞ്ഞു. ഏതു മാനദണ്ഡത്തിന്റെ അടിത്തറയിലാണ് സുഹൃത്ത് ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്? ഇസ്ലാമിനെതിരെ ആരെങ്കിലും തീവ്രവാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായ മറുപടി കൊടുക്കാനും ഇസ്ലാം എന്താണ് എന്ന് അതിന്റെ പ്രമാണങ്ങളിൽ ബോധ്യപ്പെടുത്താനും സാധിക്കും. എന്നാൽ ഇസ്ലാം തീവ്രവാദമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയ അബുൽ അഅ്ല മൗദൂദി അദ്ദേഹം മുന്നോട്ട് വെച്ച ആദർശങ്ങൾ, അതേപോലെ മൗദൂദിയൻ സാഹിത്യങ്ങളിലൂടെ മുസ്ലിം ചെറുപ്പക്കാരെ ആകർഷിക്കുകയും അവരെ പ്രബോധന വഴിയിൽ നിന്ന് വഴിമാറ്റി വിടുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നിഷേധിക്കാൻ കഴിയുമോ എന്നായിരുന്നു ആദ്യ സമയത്ത് സൂചിപ്പിച്ചത്. അതിന് അദ്ദേഹം തിരിച്ചു ചോദിച്ചത്, എങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എവിടെയാണ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്? ഒരടയാളമെങ്കിലും കാണിക്കാൻ കഴിയുമോ? ഒന്നല്ല, ഒന്നിലേറെ കാര്യങ്ങൾ. നാം ഒരു ചർച്ച ചെയ്യുമ്പോൾ സത്യം പുറത്തു വരുമ്പോൾ എന്തിനു വഴിമാറിപ്പോകുന്നു? തീർച്ചയായും സുഹൃത്ത് ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമുണ്ട്. പറഞ്ഞു വന്ന വിഷയം നമുക്കൊന്ന് പൂർത്തീകരിക്കുകയും വേണമല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദത്തെ വളരെ വ്യക്തമായി കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ അല്ല, ഇവിടെയുള്ള സാധാരണ പത്രപ്രവർത്തകരായ ആളുകൾ പോലും കണ്ടെത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്തു. ഇവിടെയുള്ള ഒരു പൊതുപ്രസിദ്ധി, ഒരു രാഷ്ട്രീയ പ്രസിദ്ധീകരണം ജമാഅത്തെ ഇസ്ലാമിയോട് ചോദിച്ചു, ലാഹോറിലെ മൗദൂദി ഇന്റർനാഷണൽ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരസ്യം നിങ്ങൾ പ്രബോധനത്തിൽ കൊടുത്തിരുന്നില്ലേ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധമില്ല എന്ന് പ്രബോധനം ഈ അടുത്ത കാലത്ത് എഴുതി. എന്തിന്റെ പേരിൽ? മൗദൂദിയുടെ പേരിൽ ലാഹോറിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തീവ്രവാദികളെ പരിശീലിപ്പിക്കുകയാണ് എന്നും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങൾ വളരെ സത്യസന്ധമായി അവതരിപ്പിച്ചപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് ആ പ്രസ്ഥാനവുമായി, ആ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ പ്രബോധനത്തിൽ ലേഖനം എഴുതിയ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ സെന്റർ വഴിയായിരുന്നു കേരളത്തിലുള്ള ചെറുപ്പക്കാരെ ആ തീവ്രവാദ റിക്രൂട്ട്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ പുറമെ പൊതുപ്രവർത്തനത്തിന്റെയും മനുഷ്യാവകാശ പ്രവർത്തനത്തിന്റെയും മുഖം മൂടി അണിഞ്ഞുകൊണ്ട് തന്നെയാണ് ലോകത്തുടനീളം തീവ്രവാദികൾ അവരുടെ ഷിയാക്കളിൽ നിന്ന് ഏറ്റെടുത്ത തഖിയത്ത് എന്നൊരു അജണ്ട പുറത്തൊന്ന് അകത്തൊന്ന്, പുറത്ത് മനുഷ്യാവകാശത്തിന്റെ രൂപം, അകത്ത് ഹുക്കുമത്തെ ഇലാഹി ഉണ്ടാക്കാൻ നിലവിലുള്ള ഭരണകൂടങ്ങളെയും തങ്ങൾ വസിക്കുന്ന രാജ്യത്തിന്റെ സുസ്ഥിതിയെയും തകർക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അല്ലേ? ഭീകരവാദത്തിന്റെ കോഴിക്കോടൻ വേരുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കേരളക്കരയിൽ നടക്കുന്ന തീവ്രവാദി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രസിദ്ധീകരണത്തിൽ ഈ ലേഖനങ്ങൾ വായിക്കുമ്പോഴും ഗ്രന്ഥങ്ങളും മൗദൂദിയൻ സാഹിത്യങ്ങളും IPH ബുക്ക് സ്റ്റാളുകൾ വിതരണം ചെയ്യുന്ന ഗ്രന്ഥങ്ങളും മൗദൂദിയുടെ ആദർശങ്ങളും എടുത്തുദ്ധരിച്ചുകൊണ്ട് പുസ്തകത്തിന്റെ കോപ്പികളും തെളിവുകളും നിരത്തിക്കൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാർ, തടിയന്റെ അവിടെ നസീറുമാരടക്കമുള്ള ആളുകൾ വഴിമാറിപ്പോയത് എവിടെ എന്നതിന്. അതുകൊണ്ട് ഞങ്ങൾ തീവ്രവാദികളാണ് എന്ന് പറയുന്നതിന് പകരം ഭംഗിയായി തീവ്രവാദത്തിന്റെ പ്രവർത്തനങ്ങൾ അതിസ്ലാമിക പ്രവർത്തനമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നേരത്തെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ യഥാർത്ഥ പ്രബോധന ധാരയിൽ നിന്ന് തീവ്രവാദ അജണ്ടയിലേക്ക് മുസ്ലിം ചെറുപ്പക്കാരെ തിരിച്ചുവിടണം എന്നുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളുടെ താല്പര്യത്തിന് വടി കൊടുക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുടെ എണ്ണമിട്ട അടയാളങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പുറത്തു വരുമെന്ന ഒരു ഭയം അർത്ഥശൂന്യമായ മറ്റൊരു വിഷയത്തിലേക്ക് കൊണ്ടുപോയാൽ അതിനും പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പറയാം. ഇത് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാതിരിക്കാൻ സാധ്യമല്ല. ഇത്തരമൊരു പരിപാടിയുടെ ലക്ഷ്യം ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തണം എന്നുകൂടിയാണ്. മാത്രമാണോ അബ്ദുൽ നാസർ മാൽദനി ISS ഉണ്ടാക്കിയില്ലേ? ആ ISSനെ പിരിച്ചുവിടുമ്പോൾ പിരിച്ചുവിടരുത് എന്ന് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി അല്ലാതെ മറ്റാരെങ്കിലും പറഞ്ഞിരുന്നുവോ? ഇല്ല.
SIOയുടെ നേതാവാണ്. ISSന്റെ പ്രവർത്തനങ്ങളിൽ തെറ്റും ശരിയും വേർതിരിച്ചുകൊണ്ട് ISS നിലനിൽക്കേണ്ടതാണ് എന്ന് ലേഖനം എഴുതിയത്. ഇന്ന് മുസ്ലിം തീവ്രവാദ രംഗത്തുള്ള ചെറുപ്പക്കാരുടെ പ്രസിദ്ധീകരണമല്ലേ അത് രണ്ടാമത് പുനഃപ്രസിദ്ധീകരിച്ചത്? മാത്രമോ ഇനിയോ ആദിയിൽ ആൾക്കൂട്ടമുണ്ടായി, പിന്നെ മഅദനി ഉണ്ടായി എന്ന ലേഖനത്തിൽ ഇന്നും ജമാഅത്ത് സഹയാത്രികനും മൗദൂദി ആദർശത്തിന്റെ പ്രചാരകനുമായ അബ്ദുള്ള സാഹിബ് എഴുതിയില്ലേ? സാക്ഷാൽ അന്ന് ജമാഅത്തിന്റെ അമീറായിരുന്ന സിദ്ദീഖ് ഹസൻ സാഹിബ് അബ്ദുൽ നാസർ മഅദനി ISSനെ പിരിച്ചുവിടുമെന്ന ഒരു ഘട്ടം വന്നപ്പോൾ അരുത്, താങ്കളെ വിശ്വസിച്ചു വന്ന ആളുകളെ താങ്കൾ ഒരിക്കലും ചതിക്കാൻ പാടില്ല, നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ വക പിന്തുണയുണ്ടാകും എന്നറിയിക്കാൻ വേണ്ടി ഇതാ ജമാഅത്തിന്റെ ആലയത്തിൽ നിന്ന് ആളെ വിറ്റിരുന്നില്ലേ? നിഷേധിക്കാൻ കഴിയുമോ? ചുരുക്കി പറഞ്ഞാൽ തീവ്രവാദം എവിടെയുണ്ടോ അവിടെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ ഉന്നയിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രത്യക്ഷത്തിൽ ഒരു മുഖം സ്വീകരിക്കുമ്പോഴും അബുൽ അഅ്ല മൗദൂദി കൊണ്ടുവന്ന ആദർശത്തെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ഒന്നുകിൽ അബുൽ അഅ്ല മൗദൂദിക്ക് തെറ്റുപറ്റി എന്ന് പറയണം, അയാളുടേത് തീവ്രവാദമാണ് എന്ന് അംഗീകരിക്കണം, അയാളുടേത് തീവ്രവാദമല്ല എന്ന് ന്യായീകരിക്കുകയും മൗദൂദിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഹുക്കുമത്തെ ഇലാഹി അജണ്ടയുമായി മുന്നോട്ട് പോവുകയുമാണ് എങ്കിൽ മൗദൂദിയുടെ ചിന്താധാരയിൽ നിന്ന് ആരൊക്കെ തന്നെ, അത് സിമിയാകട്ടെ, NDF ആകട്ടെ, പോപ്പുലർ ഫ്രണ്ട് ആകട്ടെ, വേറെ ഏതെങ്കിലും അമീറുൽ മുസ്ലിമീനുമാരാകട്ടെ, അങ്ങനെയുള്ള ഏതേത് സംഘങ്ങളും തീവ്രവാദത്തിലേക്ക് പോയാൽ അവർക്ക് ഇഖ്വാനികളും ഇഖ്വാനി പ്രസ്ഥാനവും അതിന്റെ അപ്പോസ്തലന്മാരായ സയ്യിദ് ഖുത്ബും അബുൽ അഅ്ല മൗദൂദിയുമായുള്ള ബന്ധം വ്യക്തമായി തെളിയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അതിനുവേണ്ടിയാണ് ഇത്തരം ചില അടയാളങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. ഇനി സുഹൃത്ത് ചോദിച്ചത് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് തുല്യമായ ആദർശ നിലപാടുകൾ സ്വീകരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനം മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നാണ്. ഉത്തരം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽക്ക് ഇങ്ങോട്ട് ഇസ്ലാമിക ഉമ്മത്തിന് നേതൃത്വം കൊടുത്തിരുന്ന പടുക്കളായ പണ്ഡിതന്മാർ, താബിഈകളും തബഉ താബിഈങ്ങളും, അതിനുശേഷം മുസ്ലിം ഉമ്മത്തിന് അഹ്ലുസ് സുന്നത്തിന്റെ ആശയങ്ങൾ പഠിപ്പിക്കാൻ നേതൃത്വം കൊടുത്തിരുന്നവരും ഏത് ആദർശമാണോ മുന്നോട്ട് വെച്ചത് ആ ആദർശം സ്വീകരിക്കണം എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എവിടെയുണ്ടോ അത് ഉൾക്കൊള്ളുന്ന മുഴുവൻ ആദർശത്തോടും ഇസ്ലാഹി പ്രസ്ഥാനം യോജിച്ചു നിൽക്കുന്നു. യാതൊരു സംശയവുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവലംബിച്ച പ്രമാണങ്ങളിലൂടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവലംബിച്ച മൻഹജിലൂടെ, മാർഗരീതിയിലൂടെ തന്നെ പഠിപ്പിക്കുന്ന ലോകത്തുടനീളമുള്ള പൂർവികരായ ആദർശത്തെ, പൂർവികരായ മാതൃകായോഗ്യരായ പണ്ഡിതന്മാർ മുറുകെ പിടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ആദർശത്തെ കൊണ്ടു നടക്കുന്ന സംഘങ്ങൾ എവിടെയൊക്കെയുണ്ടോ ആഗോളതലത്തിൽ പിന്നെ സലഫികളെന്നും, അതേപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ അഹ്ലെ ഹദീസ് എന്നും, അതേപോലെ തന്നെ സലഫി മൂവ്മെന്റ് എന്നും, ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ പേരുകളിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഒരുപാട് സംഘങ്ങൾ, കുവൈത്തിൽ പ്രവർത്തിക്കുന്ന ജംഇയ്യ ഇഹ്യാഉ തുറാസിൽ ഇസ്ലാമി, ബഹ്റൈനിലെ ജംഇയ്യത്തു തർബിയത്തുൽ ഇസ്ലാമിയ എന്നിങ്ങനെ തുടങ്ങി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഏതെല്ലാം സലഫി സംഘങ്ങൾ ലോകത്തുണ്ടോ, സൗദി അറേബ്യയിലാകട്ടെ, UAE-യിലാകട്ടെ, കുവൈത്തിലാകട്ടെ, അതേപോലെ മറ്റു അറബ് രാഷ്ട്രങ്ങളിലാകട്ടെ, ലണ്ടനിലാകട്ടെ, അതേപോലെ തന്നെ അമേരിക്കയിലാകട്ടെ, ഇതേ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെയും സലഫിസത്തിന്റെയും ആദർശത്തെ പ്രതിനിധീകരിക്കുന്ന നൂറുകണക്കിന് സംഘങ്ങൾ കേരളത്തിലെ സലഫി പ്രസ്ഥാനത്തിന്റെ അതേ ആദർശ നിലപാടുകളും അതേ പ്രമാണ നിലപാടുകളും പിന്നെ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കും എന്ന് മാത്രമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. സുഹൃത്തിന് ഇനി ചോദ്യാവശ്യമുണ്ടെങ്കിൽ ഇനി ചോദിക്കാം. ഞാൻ ഒരു വിഷയം അവസാനിപ്പിച്ചതല്ല, ആ വിഷയത്തിൽ മറുപടി പറയാൻ നിൽക്കേണ്ടതല്ലാത്തത് കൊണ്ടാണ് മറുപടി പറയാതിരുന്നത്. ഞാൻ ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളിൽ നിന്ന് അറിയാൻ വന്നതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം ചോദിച്ചേണ്ടത് തന്നെ ഇങ്ങനെ വിശദീകരിച്ച് പോകേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ചോദ്യങ്ങൾ എനിക്ക് ഇനിയും കുറേ കിടപ്പുണ്ട്. ചോദിച്ചോളൂ, ഇനിയും ചോദിക്കും ആളുകൾ. അപ്പൊ സമയം അനുവദിക്കപ്പെട്ട സമയം തീരുന്നത് പറഞ്ഞതാണ്. ഇപ്പൊ നമ്മളൊരു വിഷയം മാറി അങ്ങനെ പോയതല്ല, സംശയങ്ങൾ കുറെ ഇനിയും. ഓക്കെ ചോദിച്ചോളൂ. അപ്പൊ ചോദിക്കാനുള്ള ഇപ്പൊ ഒരു വിഷയം, ഇപ്പൊ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് ഞാൻ അടിവരയിട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ആ വിഷയത്തിൽ ഒരു സംഗതി പറഞ്ഞത്. നിങ്ങൾ ഉന്നയിച്ച ആ പുസ്തകത്തിൽ വന്ന സംഗതി, കാശ്മീരിൽ ഒരു ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നുണ്ട്.
ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ ലോകത്ത് ഒരുപാട് സ്ഥലത്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം ഒരേ ആശയാടിത്തറകളിലുള്ളതല്ല. അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന കാശ്മീരിലില്ല. അപ്പൊ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ കാശ്മീർ അല്ലാത്ത പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എത്തിയിട്ടില്ല. ഞാൻ വിഷയം പറഞ്ഞത് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം